പഠിക്കാനുള്ളത് ഗോസസ് തിയറത്തിന്റെ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെൽ. സ്ഫെറിക്കൽ ഷെൽ എന്ന് വെച്ചാൽ ഹോളോ സ്ഫിയർ ആണ്, അകം പൊള്ളയായ സ്ഫിയർ. യൂണിഫോമായി ചാർജ് ചെയ്യുക, അകം പൊള്ളയായ ഒരു ലോഹഗോളം, ഷെൽ എന്നാണ് അതിനെ പറയുന്നത്, മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ്. ഇതാണ് നമുക്ക് മൂന്നാമതായിട്ട് പഠിക്കാനുള്ള ഡെറിവേഷൻ. ആദ്യമായിട്ട് നമുക്കൊരു സ്ഫെറിക്കൽ ഷെല്ല് സങ്കല്പിക്കാം. ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം ഒരു സ്ഫെറിക്കൽ ഷെല്ല്. ഇത് അകം പൊള്ളയായ ഒരു ഗോളമാണ്, ഹോളോ ആയിട്ടുള്ള ഒരു സ്ഫിയർ ആണ്. ഹോളോ സ്ഫിയർ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക് ബോൾ, റബ്ബർ ബോളൊക്കെ പോലെ തന്നെ കവറിങ് മാത്രമേ ഉണ്ടാവുള്ളൂ, അകം പൊള്ളയായിരിക്കും. ഓക്കെ, നിങ്ങൾ ഷോർട്ട് പുട്ടിന് ഉപയോഗിക്കുന്ന ബോൾ സോളിഡ് ആയിട്ടുള്ള ഒരു സ്ഫിയർ ആണ്, അതിനകത്തൊക്കെ മെറ്റീരിയൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് ബോളും റബ്ബർ ബോളും ഒക്കെ എങ്ങനെയാണ്, കവറിങ് മാത്രമുള്ള ഒരു ഹോളോ സ്ഫിയർ ആണ്. അതുപോലത്തെ ഒരു സ്ഫിയർ ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഈ ഷെല്ലിനെ നമ്മൾ പോസിറ്റീവായിട്ട് ചാർജ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഷെല്ലിനെ ചാർജ് ചെയ്യുമ്പം ഈ പോസിറ്റീവ് ചാർജുകളൊക്കെ എവിടെയാണ് സ്ഥിതി ചെയ്യുക? ഈ ഷെല്ലിന്റെ സർഫസിലാണ്, ഷെല്ലിന്റെ ഉപരിതലത്തിലാണ് സ്ഥിതി ചെയ്യുക. കാരണം ഷെല്ലിനകത്ത് പൊള്ളയായിട്ടുള്ള ഭാഗമാണ്, അവിടെയൊന്നും ചാർജിന് ഇരിക്കാനുള്ള പ്രതലങ്ങളില്ല, അല്ലേ? അപ്പോൾ ഈ ഷെല്ലിന്റെ പുറമേയുള്ള ഇതിന്റെ സർഫസിലാണ്, ഇതിന്റെ ഉപരിതലത്തിലാണ് എല്ലാ ചാർജുകളും യൂണിഫോം ആയിട്ട് സ്ഥിതി ചെയ്യുന്നത്. ഗോസസ് തിയറം അപ്ലൈ ചെയ്ത് ഈ ഷെല്ല് കൊണ്ടുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നത് നമ്മൾ ഇതിൽ 3 കേസുകളായിട്ടാണ്. അതിൽ ഒന്നാമത്തെ കേസിൽ നമ്മൾക്ക് ഇലക്ട്രിക് ഫീൽഡ് കാണേണ്ട പോയിന്റ് ഷെല്ലിന് പുറത്തുള്ള ഒരു പോയിന്റ് ആണ്, ഔട്ട്സൈഡ് ദ ഷെൽ. ഷെല്ലിൽ നിന്ന് മാറി കുറച്ച് അകലെയായിട്ട് ഷെല്ലിന്റെ പുറത്തുള്ള ഒരു പോയിന്റിലെയാണ് ആദ്യം ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. രണ്ടാമതായി നമ്മൾ ചെയ്യുന്നത് ഷെല്ലിന്റെ സർഫസിന്റെ മുകളിൽ തന്നെയുള്ള, ഷെല്ലിന്റെ ഉപരിതലത്തിൽ തന്നെയുള്ള ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നു. മൂന്നാമതായിട്ട് ഷെല്ലിനുള്ളിലുള്ള, അതായത് നമ്മുടെ ഈ സ്ഫെറിക്കൽ ഷെല്ലിനകത്തിരിക്കുന്ന ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നു. അതിൽ ആദ്യത്തെ കേസ് നമ്മൾ ആദ്യം ചെയ്യുവാണ്. ആദ്യത്തെ കേസ് ഏതാണ്? നമ്മൾക്ക് ഇലക്ട്രിക് ഫീൽഡ് കാണേണ്ട പോയിന്റ് ഷെല്ലിന് പുറത്തുള്ള ഒരു പോയിന്റ് ആയിട്ട്, ഒരു ഔട്ട്സൈഡ് പോയിന്റ് ആയിട്ട് നമ്മൾക്ക് എടുക്കാം. ആദ്യം നമുക്ക് ഫസ്റ്റ് കേസ് കൺസിഡർ ചെയ്യാം. ദ പോയിന്റ് ഈസ് ഔട്ട്സൈഡ് ദ ഷെൽ. പോയിന്റ് ഗോളത്തിന് പുറത്താണെങ്കിൽ, നമ്മൾ എടുക്കുന്ന പോയിന്റ്, ഇലക്ട്രിക് ഫീൽഡ് കാണേണ്ട പോയിന്റ് ഈ ഷെല്ലിന്റെ പുറത്തുള്ള ഒരു പോയിന്റ് ആണെങ്കിലുള്ള കേസാണ് ആദ്യത്തേത്. ഗോളത്തിന്റെ സെന്റർ പോയിന്റ്, ഷെല്ലിന്റെ സെന്റർ പോയിന്റ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇനി ഞാൻ പുറത്തൊരു പോയിന്റ് എടുക്കുവാണ്, ഔട്ട്സൈഡ് പോയിന്റ്. ഇതാണ് നമ്മുടെ പോയിന്റ്. ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഗോളത്തിന് പുറത്തുള്ള ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കണ്ടുപിടിക്കണം. ഗോളത്തിന്റെ സെന്ററിൽ നിന്നും ഈ പോയിന്റിലേക്കുള്ള അകലം r ആയിട്ട് എടുക്കാം. ഇനി നമുക്ക് പോയിന്റിന് ചുറ്റും ഒരു ചെറിയ സർഫസ്, നമ്മൾ സാധാരണ കൺസിഡർ ചെയ്യാറുള്ളത് പോലെ ഒരു സ്മോൾ സർഫസ് കൺസിഡർ ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഈ ചെറിയ സർഫസ്, സ്മോൾ സർഫസ് ഒരു ഭാഗമായിട്ട് വരുന്ന രീതിയിൽ ഒരു ഗോസിയൻ സർഫസ് കൺസ്ട്രക്ട് ചെയ്യണം. നമ്മുടെ ചാർജ്ഡ് ഷെല്ലിനെ കംപ്ലീറ്റ് ആയിട്ട് സിമെട്രിക്കൽ ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിലുള്ള, ഉൾക്കൊള്ളാവുന്ന രീതിയിലുള്ള ഒരു ഗോസിയൻ സർഫസ് കൺസിഡർ ചെയ്യണം. ആ ഗോസിയൻ സർഫസിന്റെ ഉപരിതലത്തിൽ ഒരു ഭാഗമായിട്ട് വേണം നമ്മുടെ ഈ സ്മോൾ സർഫസ് വരാൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഏത് ഷേപ്പിലുള്ള ഗോസിയൻ സർഫസ് ആയിരിക്കും കറക്റ്റ് ആയിട്ട് ഈ ഗോളത്തെ, ഈ ഷെല്ലിനെ കവർ ചെയ്ത് നിർത്തുക, സിമെട്രിക്കലായിട്ട് കവർ ചെയ്ത് നിർത്തുക? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവിടെ നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഗോസിയൻ സർഫസ് എങ്ങനത്തെ ആയിരിക്കും? നോക്കൂ, കണ്ടോ? ഇതുപോലൊരു ഗോളം, ഒരു സ്ഫിയർ, അതിന് ആ റേഡിയസ് ഉണ്ടായിരിക്കണം, അല്ലേ? നമ്മൾ എടുത്തിരിക്കുന്ന നമ്മുടെ സ്മോൾ സർഫസ് ആ സ്ഫിയറിന്റെ ഒരു ഭാഗമായിട്ട് വരണം. അപ്പോൾ ആ ഒരു ഗോളം, ആ ഒരു സ്ഫിയർ നമ്മുടെ സ്ഫെറിക്കൽ ഷെല്ലിനെ കറക്റ്റായിട്ട്, അല്ലേ, അത് സിമെട്രിക്കൽ ആയിട്ട് അതിനെ ഉൾക്കൊള്ളാവുന്ന രീതിയിലായിരിക്കും ആ ഒരു ഗോസിയൻ സർഫസ് വരുന്നത്. നമ്മൾ ഗോസിയൻ സർഫസ് ഇപ്പോൾ കൺസ്ട്രക്ട് ചെയ്തു. ഇനി നമുക്ക് ഗോസസ് തിയറം അപ്ലൈ ചെയ്യാം. ഗോസസ് തിയറത്തിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. ക്ലോസ്ഡ് ഇന്റഗ്രൽ വെക്റ്റർ ഇ ഡോട്ട് വെക്റ്റർ ഡി എസ് ഈക്വൽ ടു 1/ε0 into
ക്യൂ. ക്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. ഇനി നമുക്കിത് എക്സ്പാൻഡ് ചെയ്യാം. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ 2 ഡെറിവേഷനിലും ചെയ്ത് കഴിഞ്ഞു. ഇ ഡോട്ട് ഡി എസ് എക്സ്പാൻഡ് ചെയ്താൽ അല്ലെ ഏതുപോലെ എക്സ്പാൻഡ് ചെയ്യുക? എ ഡോട്ട് ബി ഫോമിൽ. എ ഡോട്ട് ബി ഈസ് എ ബി കോസ് തീറ്റ. ഇ ഡോട്ട് ഡി എസ് എന്ത് വരും? ഇ ഡി എസ്, രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് മതി. ഇ ഡി എസ് കോസ് തീറ്റ ഈക്വൽ ടു 1/ε0 ഇൻറ്റു ടോട്ടൽ ചാർജ്. ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ് അല്ലേ? അതായത് ഗോസിയൻ സർഫസിനാൽ ഉൾക്കൊള്ളപ്പെട്ട, ഗോസിയൻ സർഫസിനാൽ എൻക്ലോസ് ചെയ്യപ്പെട്ട ടോട്ടൽ ചാർജ്. ഇനി നമുക്ക് എന്താ നോക്കേണ്ടത്? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡി എസ് കോസ് തീറ്റയിൽ തീറ്റയുടെ വാല്യൂ നോക്കാനായിട്ട് നമുക്ക് ആ ഫിഗറിലേക്ക് ഒന്ന് നോക്കാം. നമ്മുടെ സ്ഫെറിക്കൽ ഷെല്ലിൽ നിന്നും അത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണല്ലോ. സ്റ്റാർട്ട് ചെയ്യുന്ന, ഉത്ഭവിക്കുന്ന അല്ലേ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എല്ലാ ഡയറക്ഷൻസിലേക്കും പാസ് ചെയ്ത് പോകും. കാരണം ഇതൊരു ഗോളമാണ്. എല്ലാ ദിശകളിലേക്കും ഒരേപോലെ. എങ്ങനെയാണ്? നമ്മുടെ ഗോസിയൻ സർഫസിലേക്ക് റേഡിയലി പാസ് ചെയ്യുന്ന രീതിയിൽ, ഗോസിയൻ സർഫസിന്റെ ഉപരിതലത്തിലേക്ക് ലംബമായി കടന്നു പോകുന്ന രീതിയിലായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് പാസ് ചെയ്ത് പോവുക. നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം. അങ്ങനെ പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈന് നമ്മുടെ സ്മോൾ സർഫസിലൂടെയും കടന്നു പോവും. ദാ ഇങ്ങനെ ഞാനിവിടെ കാണിക്കാം. കണ്ടോ? നമുക്ക് അതിന്റെ പേരും കൊടുക്കാം, ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ ഇ. ഇനി നമ്മുടെ സ്മോൾ സർഫസിന്റെ ഏരിയ വെക്റ്റർ നമ്മളിപ്പോൾ പലതവണ പറഞ്ഞു കഴിഞ്ഞു. ഏരിയ വെക്റ്റർ എപ്പോഴും സർഫസിന് ലംബമായിരിക്കും. അതും നമുക്കിവിടെ കാണിക്കാം. കണ്ടോ? ഏരിയ വെക്റ്റർ വെക്റ്റർ ഡി എസ്. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നമ്മുടെ ഗോസിയൻ സർഫസിന്റെ ഉപരിതലത്തിൽ ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്റ്ററും ഒരേ ദിശയിലാണ്. അതായത് സർഫസിന് ലംബമായിട്ട് നിൽക്കത്തക്ക രീതിയിൽ. ഇതിപ്പോൾ നമ്മൾ ഈ പോയിന്റിൽ നിന്നല്ല, വേറെ ഏത് പോയിന്റിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ആലോചിച്ച് അറിയാൻ പറ്റും. ഏത് പോയിന്റിലും ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്റ്ററും ഒരേ ദിശയിൽ നിൽക്കും. മാത്രവുമല്ല, ഇതുപോലെ റേഡിയസിലൂടെ പുറത്തേക്ക് പാസ് ചെയ്യുന്ന ഡയറക്ഷനിൽ സർഫസിന് ഉപരിതലത്തിന് ലംബമായിട്ടായിരിക്കും ദിശ വരിക. അപ്പോൾ ഇയുടെയും ഡി എസിന്റെയും ഡയറക്ഷൻ ഒന്ന് തന്നെ ആയതുകൊണ്ട് അവയ്ക്കിടയ്ക്കുള്ള ആംഗിൾ എത്ര വരിക? 0 ഡിഗ്രി ആയിരിക്കും. ശരിയല്ലേ? നമുക്ക് ഈ ഇക്വേഷനിൽ തീറ്റയുടെ വാല്യൂ കൊടുത്തിട്ട് എഴുതാം. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡി എസ് കോസ് തീറ്റയുടെ വാല്യൂ എത്രയായിരുന്നു? 0 അല്ലേ? കോസ് 0 ഈക്വൽ ടു 1/ε0 ഇൻറ്റു ക്യൂ. ഇനി ഇപ്പൊ നമ്മൾ നേരത്തെ 2 ഡെറിവേഷൻസിൽ, നേരത്തെയുള്ള 2 ആപ്ലിക്കേഷൻസിൽ നമുക്ക് സിലിണ്ടർ ആയതുകൊണ്ട് 3 സർഫസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഇതിപ്പം സ്ഫിയർ ആണ്, ഗോളമാണ്. അതിനങ്ങനെ ഒറ്റ സർഫസേ ഉള്ളൂ സ്ഫിയറിന് അല്ലേ? നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനില്ല. അപ്പോൾ ഒരുമിച്ച് തന്നെ എടുത്താൽ മതി. ഇനി നമുക്കിവിടെ കോസ് 0യുടെ വാല്യൂ കൊടുക്കാം. കോസ് 0യുടെ വാല്യൂ എത്രയാണ്? 1 അല്ലേ? അതിവിടെ കൊടുത്തിട്ട് നമുക്ക് എഴുതി നോക്കാം. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡി എസ് കോസ് 0യുടെ വാല്യൂ 1 വരും. അപ്പോൾ ഇ ഡി എസ് ഇൻറ്റു 1 ഇ ഡി എസ് തന്നെ ഈക്വൽ ടു 1/ε0 ക്യൂ. ഇനി എന്താ വേണ്ടത്? ഇനി നമുക്ക് ഇപ്പം നമ്മൾ കഴിഞ്ഞ 2 ഡെറിവേഷനിലും ഇലക്ട്രിക് ഫീൽഡ് അല്ലേ, ഇയുടെ വാല്യൂ പുറത്തേക്ക് എടുത്തിരുന്നു, കാരണം അത് കോൺസ്റ്റന്റ് ആയിരുന്നു. ഇനി ഇവിടെ എന്താ കേസ് എന്ന് നോക്കാം. നമുക്ക് ആ ഫിഗറിലേക്ക് ഒന്നും കൂടെ നോക്കാം. നമ്മുടെ ഗോസിയൻ സർഫസ്, നമ്മൾ എടുത്തിരിക്കുന്ന സ്ഫെറിക്കൽ ഗോസിയൻ സർഫസ് അല്ലേ, പുറത്തിരിക്കുന്ന ഗോളം, ഉള്ളിലിരിക്കുന്ന ഷെല്ലിൽ നിന്ന് ഒരേ അകലത്തിലല്ലേ? അഥവാ ആ ഷെല്ലിന്റെ കേന്ദ്രത്തിൽ നിന്ന്, ഷെല്ലിന്റെ സെന്ററിൽ നിന്ന് റേഡിയസിന് തുല്യമായ അകലം, അതായത് r ഡിസ്റ്റൻസ് ആണല്ലോ പുറത്തുള്ള സ്ഫിയറിന്റെ എല്ലാ പോയിന്റുകളിലേക്കും. കോൺസെൻട്രിക് ആണ് ഈ 2 ഗോളങ്ങളും അല്ലേ, ഒരേ കേന്ദ്രമാണ്. അതായത് ഗോസിയൻ സർഫസിലേക്ക് ഷെല്ലിൽ നിന്നുള്ള അകലം എല്ലാ പോയിന്റുകളിലും തുല്യമാണ്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് എല്ലാ പോയിന്റുകളിലും എന്തായിട്ട് വരും? കോൺസ്റ്റന്റ് ആയിട്ട് വരും ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ. ഡയറക്ഷൻ ആണെങ്കിലോ ഏത് പോയിന്റിലാണെങ്കിലും റേഡിയസിലൂടെ പുറത്തേക്കാണ്. അതായത് സർഫസിന് ഉപരിതലത്തിന് ലംബമായിട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വരിക. ചുരുക്കി പറഞ്ഞാൽ പുറത്തിരിക്കുന്ന ഗോസിയൻ സർഫസിന്റെ എല്ലാ പോയിന്റുകളിലും, ഈച്ച് ആൻഡ് എവറി പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂവും അതുപോലെ തന്നെ ഡയറക്ഷനും എന്താണ്?
സെയിം ആണ്, യൂണിഫോം ആണ്. ദാറ്റ് മീൻസ് ഇ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഈ പുറത്തേക്ക് എടുക്കാമല്ലോ. ഇ ഇൻറ്റു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡി എസ് ഈക്വൽ ടു 1/ε0 ക്യൂ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡി എസിന്റെ വാല്യൂ കൊടുക്കണം. എന്താണ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡി എസ് എന്ന് പറഞ്ഞാൽ? കഴിഞ്ഞ ഡെറിവേഷനിൽ നമ്മൾ ഓരോന്നും എന്താണ് ഡി എസ്, എന്താണ് ഇൻ്റഗ്രൽ ഡി എസ്, എന്താണ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡി എസ്, ഇതൊക്കെ വിശദമായിട്ട് പറഞ്ഞതാണ്. എന്താണ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡി എസ്? ഈ കേസിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഗോസിയൻ സർഫസ് ഏതാണോ അതിന്റെ ആകെ ഉപരിതല വിസ്തീർണം. നമ്മളുടെ കേസിലുള്ള ഗോസിയൻ സർഫസിന്റെ ടോട്ടൽ സർഫസ് ഏരിയയാണ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡി എസ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതിന്റെ വാല്യൂ നമുക്ക് സൈഡിൽ ഒരു ലൈൻ വരച്ചിട്ട് എഴുതി നോക്കാം, സാധാരണ ചെയ്യുന്നത് പോലെ. ഓക്കെ, ഇതിനകത്ത് നമുക്ക് എഴുതി വെക്കാം ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡി എസിന്റെ വാല്യൂ ഈക്വൽ ടു, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് അറിയാവുന്ന ആലോചിച്ച് നോക്കിക്കേ. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡി എസ്, നമ്മൾ എടുത്തിരിക്കുന്ന ഗോസിയൻ സർഫസിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എത്രയാണ്? നമ്മൾ എടുത്തിരിക്കുന്ന ഗോസിയൻ സർഫസ് സ്ഫിയർ ആണല്ലോ, ഗോളമാണല്ലോ. അപ്പോൾ ഗോളത്തിന്റെ ആകെ ഉപരിതല വിസ്തീർണം കാണാനുള്ള ഫോർമുല നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? നമ്മുടെ ഗോസിയൻ സർഫസ് ആകുന്ന സ്ഫിയറിന്റെ റേഡിയസ് 6 അല്ലേ? അപ്പൊ ടോട്ടൽ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ വരിക? 4πr². 4πr². ഇനി ആ വാല്യൂ നമുക്ക് ഇവിടെ കൊടുക്കാം. ഇ ഇൻറ്റു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡി എസിന്റെ വാല്യൂ നമുക്ക് അവിടുന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4πr² ഈക്വൽ ടു 1/ε0 ഇൻറ്റു ക്യൂ. ഇനി നമുക്ക് കാണേണ്ട ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ ഇ അല്ലേ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇ എവിടെ തന്നെ നിർത്തിയിട്ട് അതിനടുത്തുള്ള 4πr² അപ്പുറത്തെ ഭാഗത്തേക്ക് കൊണ്ടുപോകണം, RHSലേക്ക് കൊണ്ടുപോകണം. ഓക്കെ, ഇ ഇവിടെ നിർത്താം. കൂടെ ഉണ്ടായിരുന്ന 4πr² ഇയുടെ കൂടെ അംശത്തിലായിരുന്നു അല്ലെ, ന്യൂമറേറ്ററിലായിരുന്നു, അംശം ഗുണനമായിരുന്നു. അപ്പുറത്തെ ഭാഗത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താ വരിക? എവിടേക്കാണ് വരിക? ഛേദത്തിലേക്ക്, ഡിനോമിനേറ്ററിലേക്ക് വരും. ഛേദം ഹരണമായിട്ട് വരും അല്ലേ. RHSൽ ഇപ്പോൾ ഓൾറെഡി എന്താ ഉള്ളത്? 1 ഇൻറ്റു ക്യൂ അല്ലേ. പിന്നെ താഴെയോ ε0 ഉണ്ട്. ആ ε0ന്റെ അടുത്തേക്കല്ലേ നമ്മുടെ 4πr² പോവാ. അപ്പൊ ഇങ്ങനെ വരും 4πr²ε0. ഈ ഇക്വേഷൻ ഞാനിവിടെ ഒന്ന് മാറ്റി എഴുതുകയാണ്, ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ. ഇ ഈക്വൽ ടു, നമ്മൾ ആദ്യം എഴുതുമ്പോൾ മുകളിലത്തെ ഇക്വേഷന്റെ ഛേദമില്ലേ, ഡിനോമിനേറ്റർ, അതിൽ ഞാൻ 2-3 കമ്പോണൻസിനെ ഒരു ബ്രാക്കറ്റിനകത്താക്കി കാണിക്കാം. ഏതൊക്കെയാ ബ്രാക്കറ്റിനകത്ത് വന്ന ഒരു കോളത്തിനകത്ത് സർക്കിൾ ചെയ്തിരിക്കുന്ന ഏതൊക്കെയാണ്? 4πε0. അത് ഛേദത്തിലല്ലേ, അത് ഞാൻ ആദ്യം എഴുതുവാണ്. അപ്പോൾ ഛേദത്തിലായതുകൊണ്ട് നമ്മൾ എന്ത് എഴുതണം? 1/4πε0. കറക്റ്റ് അല്ലേ? ഇനി ബാക്കിയുള്ള എന്തൊക്കെയാ? അംശത്തിൽ ന്യൂമറേറ്ററിൽ ഏതാ ബാക്കിയുള്ളത്? ക്യൂ. ഡിനോമിനേറ്ററിൽ ഛേദത്തിൽ ഏതാ ബാക്കിയുള്ളത്? r². കണ്ടോ? ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. അതായത് ഷെല്ലിന്റെ ഔട്ട്സൈഡ് പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ ആണിത്. 1/4πε0 q/r². ഞാനിത് പ്രത്യേകം ഈ രീതിയിൽ എടുത്ത് എഴുതിയതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ നമുക്ക് പരിചയമുള്ളതാണ്. ഇപ്പൊ ഈ ബോക്സിനകത്ത് കിടക്കുന്ന ഇക്വേഷൻ നമുക്ക് ഫെമിലിയർ ആണ്. ഏതാ ഇക്വേഷൻ? ഇലക്ട്രിക് ഫീൽഡിന്റെ 2 ഇക്വേഷൻസിൽ നമ്മൾ പഠിച്ച ആദ്യത്തെ ഇക്വേഷൻ ആണിത് അല്ലേ. അതായത് സോഴ്സ് ചാർജ് അഥവാ ഫീൽഡ് പ്രൊഡ്യൂസിങ് ചാർജ് വരുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആണിത്. പക്ഷെ നമ്മൾ ഇതൊരു ഷെല്ലിന്റെ ഇക്വേഷൻ ആയിട്ടല്ല പഠിച്ചത്, ഒരു പോയിന്റ് ചാർജിന്റെ ഇക്വേഷൻ ആയിട്ടാണ് നമ്മൾ പഠിച്ചത്. അതേ ഇക്വേഷൻ തന്നെയാണ് ഇവിടെ ഷെല്ലിനും വന്നിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാവോ? അതിൽ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം? നമുക്കറിയാം ഷെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവറിങ് മാത്രമുള്ള ഒരു ഗോളമാണ്, അകം പൊള്ളയാണ്. ചാർജുകളെല്ലാം ഇരിക്കുന്നത് ഈ ഷെല്ലിന്റെ സർഫസിലാണ്, ഉപരിതലത്തിലാണ്. പക്ഷേ ചാർജുകൾ ഇരിക്കുന്നത് സർഫസിലാണെങ്കിലും ചാർജുകളുടെയൊക്കെ എഫക്റ്റ് അല്ലെങ്കിൽ സ്വാധീനം വരുന്നത് ആ ഷെല്ലിന്റെ സെൻട്രൽ പോയിന്റിലാണ്. ചാർജുകൾ ഇരിക്കുന്നത് സർഫസിന് പുറത്താണെങ്കിലും ഈ ചാർജുകളുടെയൊക്കെ സ്വാധീനം, എഫക്റ്റ് വരുന്ന എവിടെയാണ്? ഷെല്ലിന്റെ സെൻട്രൽ പോയിന്റിനാണ്. എന്ന് വെച്ചാൽ ചാർജുകളെല്ലാം ആ ഷെല്ലിന്റെ സെന്റർ പോയിന്റിൽ ഇരിക്കുന്നത് പോലത്തെ ഒരു അനുഭവമാണ് നമുക്ക് ഉണ്ടാവുന്നത്. ചാർജുകളെല്ലാം
ഷെല്ലിന് പുറത്താണെങ്കിലും അതിൻ്റെ കേന്ദ്രബിന്ദുവിൽ അല്ലെങ്കിൽ അതിൻ്റെ സെൻറ്റർ പോയിന്റിൽ ഇരുന്നാലുള്ള പോലത്തെ ഫീൽഡാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ച സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് മാസ് പോലത്തെ ഒരു കൺസെപ്റ്റാണത്. സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ഒരു ബോഡിയുടെ മൊത്തം മാസിൻ്റെ എല്ലാം സ്വാധീനം അല്ലെങ്കിൽ ആ ഒരു അനുഭവം എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്ന പോയിന്റാണ്. എല്ലാ മാസും കൂടെ ആ പോയിന്റിൽ കയറിയിരിക്കുന്നു എന്നല്ല അതിനർത്ഥം. പക്ഷേ ആ പോയിന്റിൽ ഒരു വസ്തുവിൻ്റെ മൊത്തം മാസിൻ്റെയും സ്വാധീനം അനുഭവപ്പെടുന്നു അല്ലേ? ആ പോയിന്റിൽ വെച്ച് നമുക്ക് ബോഡിയെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നു. ബോഡിക്ക് പകരം ആ മാസ്, ആ ഒരു പോയിന്റ് നമുക്ക് മാസ് പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതേപോലെയാണ് ഷെല്ലിന്റെ കേസിൽ ഇത് വരുന്നത്. ഷെല്ലിന്റെ ചാർജുകൾ ഇരിക്കുന്നത്, സ്പ്രെഡ് ചെയ്തിരിക്കുന്നത് ഷെല്ലിന്റെ സർഫസിലാണെങ്കിലും ആ ഷെല്ല് ഏതുപോലെ ആക്ട് ചെയ്യുന്നു? ഷെല്ലിന്റെ മൊത്തം ചാർജും അതിന്റെ കേന്ദ്രബിന്ദുവിൽ ഒരു പോയിന്റ് മാസ് പോലെ ആ ഷെല്ല് ആക്ട് ചെയ്യുന്നു. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് രണ്ടാമത്തെ കേസ് നോക്കാം. ദ പോയിന്റ് ഈസ് ഓൺ ദി സർഫസ് ഓഫ് ദി ഷെൽ. പോയിന്റ് ഗോളത്തിന്റെ ഉപരിതലത്തിലാണെങ്കിൽ, ഷെല്ലിന്റെ സർഫസിൽ ഇലക്ട്രിക് ഫീൽഡ് കാണേണ്ട പോയിന്റ് വരുമ്പോൾ എന്താണ് നമ്മുടെ കേസിൽ വരുന്ന മാറ്റം, എന്താണ് നമ്മുടെ ഇക്വേഷനിൽ വരുന്ന മാറ്റം എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ പുതിയ കേസിൽ നമ്മുടെ പോയിന്റ് എവിടെയാണ്? ഈ ഷെല്ലിന്റെ ഉപരിതലത്തിൽ അല്ലേ? ഷെല്ലിന്റെ സർഫസിലാണ്. ദാ ഇതുപോലെ. ഇപ്പോ നമ്മുടെ ഷെല്ലിന്റെ കേന്ദ്രത്തിൽ നിന്ന്, ഷെല്ലിന്റെ സെന്ററിൽ നിന്ന് നമ്മൾ എടുത്തിരിക്കുന്ന പോയിന്റിലേക്കുള്ള അകലം ഞാൻ ഇവിടെ കാണിക്കാം. കണ്ടോ? ഇതിപ്പോ എന്താണ്? ഷെല്ലിന്റെ റേഡിയസ് അല്ലേ? ഷെല്ലിന്റെ റേഡിയസ് നമുക്ക് R എന്ന് മാർക്ക് ചെയ്യാം, ക്യാപിറ്റൽ R എന്ന് മാർക്ക് ചെയ്യാം. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കാണേണ്ട പോയിന്റിലേക്കുള്ള ദൂരം ഷെല്ലിന്റെ റേഡിയസ് തന്നെയായി മാറിയിരിക്കുകയാണ് അല്ലേ? നമ്മുടെ പോയിന്റ് ഷെല്ലിന്റെ സർഫസിൽ ഇരിക്കുന്നു. നേരത്തെ നമ്മൾ എടുത്ത കേസിൽ നമ്മുടെ പോയിന്റ് എവിടെയായിരുന്നു? എവിടെയായിരുന്നില്ലേ? ഷെല്ലിന്റെ പുറത്ത്. സോ ഷെല്ലിന്റെ സെന്ററിൽ നിന്നുള്ള അകലം ഇതായിരുന്നില്ലേ? നമ്മുടെ പോയിന്റിലേക്ക് എത്ര ദൂരത്തിലായിരുന്നു? ഷെല്ലിന്റെ സെന്ററിൽ നിന്ന് എത്ര അകലത്തിലായിരുന്നു നമ്മുടെ പോയിന്റ്? R ഡിസ്റ്റൻസിൽ അല്ലേ? ഇപ്പോ നമ്മുടെ സെക്കൻഡ് കേസിൽ എന്താ സംഭവിച്ചത്? പോയിന്റ് ദാ ഇവിടെ നിന്നും അല്ലേ എങ്ങോട്ടേക്ക് വന്നു? നമ്മുടെ ഷെല്ലിന്റെ ഉപരിതലത്തിലേക്ക് വന്നു. അതായത് നേരത്തെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കാണേണ്ട പോയിന്റ് ഷെല്ലിന്റെ സെന്ററിൽ നിന്നും എത്ര ദൂരത്തിലായിരുന്നു? R ഡിസ്റ്റൻസിലായിരുന്നു. ഇപ്പോൾ നമ്മുടെ കേസിൽ ഈ R എന്തായിട്ട് മാറി? ഷെല്ലിന്റെ റേഡിയസ് തന്നെയായിട്ട് മാറി അല്ലേ? അതായത് R ഈക്വൽ ടു ക്യാപിറ്റൽ R ആയിട്ട് മാറി, റേഡിയസ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കേസിൽ വന്നിരിക്കുന്ന ഏക മാറ്റം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പുതിയ പോയിന്റിന്റെ ഭാഗമായിട്ട് വരുന്ന ഗോസിയൻ സർഫസ്, സ്ഫെറിക്കൽ ഗോസിയൻ സർഫസ് ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം അല്ലേ? അത് ആ ഗോളത്തിന്റെ ഉപരിതലത്തോട് ചേർന്ന് നിൽക്കുന്ന സർഫസ് ആണ്. ഇനി ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് കാണാനായിട്ട് നേരത്തെ ചെയ്തതുപോലെ കംപ്ലീറ്റ് ഡെറിവേഷൻ ഒന്നും നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഓൾറെഡി റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. അതിൽ ആവശ്യമായ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് പുതിയ കേസിലുള്ള ആൻസർ കിട്ടും. അതായത് നമ്മൾ ചെയ്യേണ്ടത് ആകെ ഒരു കാര്യം മാത്രമാണ്. നമുക്ക് കിട്ടിയ ആൻസറിൽ ഇലക്ട്രിക് ഫീൽഡ് കാണേണ്ട പോയിന്റിലേക്കുള്ള ദൂരം സ്മോൾ r എന്നാണ് ഉണ്ടായിരുന്നത്. അത് മാറ്റിയിട്ട് അതിന് പകരം ആ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി? ക്യാപിറ്റൽ R. ഇപ്പോഴുള്ള പോയിന്റിലേക്കുള്ള അകലം അഥവാ ഷെല്ലിന്റെ റേഡിയസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമുക്ക് എഴുതി നോക്കാം. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഔട്ട്സൈഡ് ദി ഷെൽ. ഷെല്ലിന് പുറത്തുള്ള പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് കേസിൽ കണ്ടുപിടിച്ചതാണ്, ഡിറൈവ് ചെയ്തതാണ്. അത് ഞാനിവിടെ എഴുതാം. E is equal to 1/4πε0 Q by R square. ഇതാണ് നമുക്ക് കിട്ടിയ ഇക്വേഷൻ. ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദി സർഫസ് ഓഫ് ദി ഷെൽ. ഷെല്ലിന്റെ ഗോളത്തിന്റെ ഉപരിതലത്തിൽ നമ്മുടെ പോയിന്റ്, ഇലക്ട്രിക് ഫീൽഡ് കാണേണ്ട പോയിന്റ് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്? R എന്നുള്ള ഡിസ്റ്റൻസ് ക്യാപിറ്റൽ R ആയിട്ട്, അതായത് ഷെല്ലിന്റെ റേഡിയസ് ആയിട്ട് മാറും. ആ ഒരു ചേഞ്ച് മാത്രം അവിടെ വരുത്തി എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഇക്വേഷനായി. എഴുതി നോക്കാം. E is equal to 1/4πε0
ക്യൂ, ഇതിലൊന്നും മാറ്റമില്ല. കണ്ടോ? ആർ, സ്മോൾ ആർ എന്നുള്ള ഡിസ്റ്റൻസ് ക്യാപിറ്റൽ ആർ സ്ക്വയർ. വേറൊരു മാറ്റവും വരുന്നില്ല. അപ്പോൾ വളരെ എളുപ്പമാണ് സെക്കൻഡ് കേസിലുള്ള ഇക്വേഷൻ എഴുതാൻ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഇതിൽ ഏത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക? ആദ്യത്തെ ഇക്വേഷനിൽ, അതായത് ഷെല്ലിന്റെ പുറത്തുള്ള പോയിന്റ് ആവുമ്പം ആർ എന്ന് പറയുന്ന ദൂരം കൂടുതലാണ് അല്ലേ? അതായത് ഷെല്ലിന്റെ സെന്റർ പോയിന്റിൽ നിന്നും ആർ എന്ന് പറയുന്ന നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് കാണേണ്ട പോയിന്റിലേക്കുള്ള ദൂരം കൂടുതലാണ്. ഈ ആർ വാല്യൂ കൂടുതലാണ്. ഛേദത്തിലാണ്, ഡിനോമിനേറ്ററിലാണ് ആറ് കിടക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡ് വാല്യൂ കിടക്കുന്നത് അംശത്തിലാണ്, LHS അല്ലേ? അതായത് ഇവർ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? ഇൻവേഴ്സ് ആണ്. അതുകൊണ്ട് ആർ കൂടുതലായതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് പൊതുവെ എന്തായിരിക്കും? കുറവായിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി പൊതുവെ ഔട്ട്സൈഡ് പോയിന്റിൽ എന്തായിരിക്കും? കുറവായിരിക്കും. ഇനി രണ്ടാമത്തെ ഇക്വേഷനിലേക്ക് നോക്കൂ. അവിടെ ഡിനോമിനേറ്ററിൽ വരുന്ന വാല്യൂ ക്യാപിറ്റൽ ആർ ആണ് അല്ലേ? അതായത് ഷെല്ലിന്റെ റേഡിയസ്. നേരത്തെ നമ്മൾ കണ്ട സ്മോൾ ആർ, അതായത് ആദ്യത്തെ ഡിസ്റ്റൻസിനേക്കാളും കുറവാണ് ഇപ്പോഴത്തെ ഈ റേഡിയസ് വാല്യൂ അല്ലേ? ശരിയല്ലേ? ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആദ്യത്തെ ഡിസ്റ്റൻസിനേക്കാളും കുറവാണ്. സോ ഡിനോമിനേറ്ററിലെ വാല്യൂ കുറയുമ്പം, ഛേദത്തിലെ വാല്യൂ കുറയുമ്പം ഇൻവേഴ്സ് ആയിട്ട് കിടക്കുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എന്ത് ചെയ്യും? നോർമലി കൂടും. സോ ഷെല്ലിന്റെ സർഫസിൽ, ഷെല്ലിന്റെ ഉപരിതലത്തിൽ ഇലക്ട്രിക് ഫീൽഡ് കൂടുതലായിരിക്കും. പുറത്തുള്ള ഫീൽഡിനേക്കാളും കൂടുതലായിരിക്കും ഷെല്ലിന്റെ സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ. ഇനി നമുക്ക് മൂന്നാമത്തെ കേസ് നോക്കാം. ദ പോയിന്റ് ഈസ് ഇൻസൈഡ് ദ ഷെൽ. പോയിന്റ് ഗോളത്തിന് അകത്ത്, ഗോളത്തിനുള്ളിലുള്ള ഒരു പോയിന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത പോയിന്റ് മാറുന്നു. ആ സമയത്ത് എന്താണ് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് വരിക എന്നുള്ളതാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത്. ഈ കേസിൽ നമുക്ക് എടുക്കേണ്ട പോയിന്റ് എവിടെയാണ്? നമ്മുടെ ഷെല്ലിനകത്ത്. ഇതുപോലെ കണ്ടോ? ഷെല്ലിനകത്താണ് നമ്മുടെ പുതിയ പോയിന്റ് ഇരിക്കുന്നത്. ഷെല്ലിന്റെ സെന്ററിൽ നിന്നും, ഗോളത്തിന്റെ സെന്ററിൽ നിന്നും ആ പോയിന്റിലേക്കുള്ള ദൂരം ഇവിടെ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. കണ്ടോ? ഇതാണ് നമ്മുടെ പോയിന്റ്. നമ്മുടെ പോയിന്റിലൂടെ കടന്നു പോകുന്ന ഗോസിയൻ സർഫസ്, ഒരു സ്ഫെറിക്കൽ ഗോസിയൻ സർഫസ് നിങ്ങൾക്ക് കാണാം അല്ലേ? ഒരു ചെറിയ ഗോസിയൻ സർഫസ്, ചെറിയൊരു ഗോളം, നമ്മുടെ ഷെല്ലിനകത്ത് നമ്മുടെ പോയിന്റിലൂടെ കടന്നു പോകുന്ന ഒരു ചെറിയ ഗോളം, ഒരു ചെറിയ ഗോസിയൻ സർഫസ്. ഇനി ഈ ഗോസിയൻ സർഫസ് വെച്ചിട്ട് നമുക്ക് ഗോസസ് തിയറം അപ്ലൈ ചെയ്തുകൊണ്ട് പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് കാണാൻ പറ്റുമോ നോക്കാം. നമുക്ക് ഗോസസ് തിയറത്തിന്റെ ഇക്വേഷൻ എഴുതാം. ക്ലോസ്ഡ് ഇന്റഗ്രൽ വെക്റ്റർ E ഡോട്ട് വെക്റ്റർ ds ഈക്വൽ ടു 1/ε0 into total charge enclosed by the surface അല്ലെ? Q എന്ന് പറഞ്ഞാൽ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. അതാണ് ഇവിടുത്തെ നമ്മുടെ കീവേഡ്, ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. എത്രയാണ് നമ്മുടെ ഇവിടുത്തെ ഗോസിയൻ സർഫസ് എൻക്ലോസ് ചെയ്യുന്ന ടോട്ടൽ ചാർജ്? അതാദ്യം നമുക്ക് കണ്ടുപിടിക്കണം. നമ്മൾ എടുത്തിരിക്കുന്ന നമ്മുടെ ഷെല്ലിനകത്തിരിക്കുന്ന ഗോസിയൻ സർഫസ്, ഗോളാകൃതിയുള്ള സ്ഫെറിക്കൽ ഷേപ്പുള്ള ഗോസിയൻ സർഫസ് ഉൾക്കൊള്ളുന്ന ആ ഗോസിയൻ സർഫസിനകത്ത് സ്ഥിതി ചെയ്യുന്ന ടോട്ടൽ ചാർജ് എത്രയാണെന്നുള്ളത് നമുക്ക് ചിത്രത്തിലേക്ക് ഒന്നും കൂടെ നോക്കി കണ്ടുപിടിക്കാം. നിങ്ങൾ ഫിഗർ വളരെ നന്നായി ശ്രദ്ധിച്ചൊന്ന് നോക്കുക. നമ്മുടെ ഗോസിയൻ സർഫസിനകത്ത് സ്ഥിതി ചെയ്യുന്ന ചാർജ് എത്രയാണ്? വളരെ ക്ലിയർ ആയിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓൾറെഡി നമ്മൾ ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞിരുന്നു, ഷെല്ലിലുള്ള ചാർജ് എവിടെയായിരിക്കണേ? ഷെല്ലിലെ ചാർജ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഷെല്ലിന്റെ സർഫസിലാണ്, ഷെല്ലിന്റെ ഉപരിതലത്തിലാണ്. നമ്മുടെ ഗോസിയൻ സർഫസ് എവിടെയിരിക്കുന്നത്? ഷെല്ലിനകത്ത്, ഷെല്ലിനുള്ളിൽ. ഈ ചിത്രത്തിൽ നിന്നും ഫിഗറിൽ നിന്നും വളരെ കൃത്യമാണ്, വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഗോസിയൻ സർഫസിനകത്ത് ഉള്ളിൽ ചാർജ് ഒന്നും സ്ഥിതി ചെയ്യുന്നില്ല. The total charge enclosed by the Gaussian surface എത്രയാണ്? Q എന്ന് പറഞ്ഞാൽ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ഗോസിയൻ സർഫസ്. അത് എത്രയാണ്? ഇറ്റ് ഈസ് 0. അപ്പോൾ നമ്മൾ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ഗോസിയൻ സർഫസ് ക്യൂവിന്റെ വാല്യൂ 0 ആണെന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് ഈ വാല്യൂ ഇക്വേഷനിൽ ഒന്ന് കൊടുത്തു നോക്കാം എന്താ ഉണ്ടാവുകയെന്ന്. ഇവിടെ നമുക്ക് ഈ ഇക്വേഷനിൽ ക്യൂവിന്റെ വാല്യൂ കൊടുത്തു നോക്കാം. ക്ലോസ്ഡ് ഇന്റഗ്രൽ E ഡോട്ട്
ഡി എസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു ക്യൂവിൻ്റെ വാല്യൂ എന്താണ്? 0 ആണ് അല്ലേ? അതായത് ഈ ഭാഗത്ത് 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഫുള്ള് 0 ആയി പോയി. എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് 0. ഈ ഒരു ഇക്വേഷൻ നോക്കൂ. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു 0 അല്ലേ? ഫ്ലക്സ് 0 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദ ക്ലോസ്ഡ് സർഫസ് അല്ലേ? ത്രൂ ദ ഗോസിയൻ സർഫസ്. അത് 0 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്ന് ഇലക്ട്രിക് ഫീൽഡ് 0 ആവുക, അല്ലെങ്കിൽ ഡി എസ് ഏരിയ വെക്റ്റർ 0 ആവുക. അത് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള പോസിബിലിറ്റി നോക്കൂ. ഡി എസ് 0 ആവാൻ സാധ്യതയുണ്ടോ? സ്മോൾ സർഫസിന്റെ ഏരിയ വെക്റ്റർ ആണ് ഡി എസ്. അതൊരിക്കലും 0 ആവില്ല. ഇനി രണ്ടാമത്തെ പോസിബിലിറ്റി എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് 0 ആവുക അല്ലേ? അതാണ് ഇവിടെ നമുക്ക് സാധ്യമായിട്ടുള്ള ഏക പോസിബിലിറ്റി. അതായത് ഇവിടെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എന്താണ്? 0 ആണ്. ഇതിപ്പോൾ വളരെ പ്രത്യേകതകളുള്ള ഒരു സംഗതിയായിട്ട് തോന്നില്ലേ? ഒരു ചാർജ്ഡ് ഷെല്ല് അല്ലേ? ഒരു ചാർജ് ചെയ്ത ലോഹഗോളം, അതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് 0 ആയി പോവുകയാണ്. അതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്ത ഒരു ഏരിയയിൽ നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഒന്നും അനുഭവപ്പെടില്ല. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രത്യേകതയുള്ള ഒരു കൺസെപ്റ്റാണ്. ഈ ഒരു കൺസെപ്റ്റ് വിശദമായി ഇതിനെപ്പറ്റി മറ്റൊരു ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഷെല്ലിന്റെ ഇലക്ട്രിക് ഫീൽഡ് റെപ്രസെന്റ് ചെയ്യുന്ന ഗ്രാഫ് ഷോയിങ് ഇലക്ട്രിക് ഫീൽഡ് ഓഫ് എ ഷെൽ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ആക്സിസ് വരയ്ക്കാം. എക്സ് ആക്സിസ് വരച്ചു, വൈ ആക്സിസ് വരച്ചു. ഇനി ഓരോ ആക്സിസിലും എന്തൊക്കെയാണ് റെപ്രസെന്റ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. ഗ്രാഫിന്റെ എക്സ് ആക്സിസിൽ എടുക്കുന്നത് ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ഓഫ് ദ ഷെല്ലാണ്. ഷെല്ലിന്റെ കേന്ദ്ര ബിന്ദുവിൽ നിന്നുള്ള, സെന്റർ പോയിന്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഏത് പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ആണോ ഈ ഇലക്ട്രിക് ഫീൽഡ് കാണേണ്ട പോയിന്റിലേക്ക് ഷെല്ലിന്റെ സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ് ആക്സിസിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന വാല്യൂ. വൈ ആക്സിസിൽ പ്ലോട്ട് ചെയ്യുന്നതോ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഓക്കെ, ഇനി എങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ ഷെല്ല് വെച്ചുകൊണ്ട് തന്നെ ഓരോ പോയിന്റിലും ഓരോ ഡിസ്റ്റൻസിലും ആ വാല്യൂവിൽ വരുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ വാല്യൂവിൽ വരുന്ന വേരിയേഷൻസ്, മാറ്റങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, സെന്ററിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. നമ്മളതൊക്കെ ഇപ്പോൾ പറഞ്ഞതാണ് അല്ലേ? ഷെല്ലിനകത്തൊക്കെ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അതായത് ഷെല്ലിന്റെ സെന്ററിൽ തുടങ്ങി സർഫസിൽ എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള പോയിന്റ് വരെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ 0 ആയിരിക്കും. ഇനി സർഫസിൽ എന്താ അവസ്ഥ? സർഫസിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ മാക്സിമം ആണ്. ഇനി സർഫസിൽ നിന്ന് ദൂരേക്ക് പോകുന്നതിനനുസരിച്ച്, ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ കുറഞ്ഞു കുറഞ്ഞു വരും. ഇത്രയാണ് നമ്മൾ നമ്മുടെ ഡെറിവേഷനിലൂടെ മനസ്സിലാക്കിയത്. ഇനി കുറഞ്ഞു കുറഞ്ഞു വരുന്നത് എങ്ങനെയാണ്? ഡിസ്റ്റൻസ് r വ്യത്യാസം വരുന്നതിനനുസരിച്ചാണ് കുറഞ്ഞു കുറഞ്ഞു വരുന്നത്. അത് ഏത് ഒരു ഫോമാറ്റിലാണ് കുറഞ്ഞു വരിക? 1/r² രൂപത്തിലാണ് കുറഞ്ഞു വരിക അല്ലേ? ഇത്രയുമാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയിൽ വരുന്ന വേരിയേഷൻ. നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഒരു മാറ്റം, ഈ ഒരു വേരിയേഷൻ ഗ്രാഫിൽ എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് എക്സ് ആക്സിസിൽ 2 പോയിന്റുകൾ മാർക്ക് ചെയ്യാം. ഒന്ന് സെന്റർ, ഒറിജിനിൽ നമ്മൾ എടുക്കുന്നത് സെന്റർ ഓഫ് ദ ഷെല്ലാണ്. രണ്ടാമതായിട്ട് ആർ എന്ന് വെച്ചാൽ എന്താണ്? ഷെല്ലിന്റെ റേഡിയസ് ആണ് അല്ലേ? ഇനി നമുക്ക് ഗ്രാഫിലെ പോയിന്റുകളൊക്കെ പ്ലോട്ട് ചെയ്ത് നോക്കാം. നമുക്കറിയാം സെന്ററിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ് അല്ലേ? ഗോളത്തിനകത്ത്, ഷെല്ലിനകത്തൊക്കെ ഇലക്ട്രിക് ഫീൽഡ് എല്ലാ പോയിന്റിലും 0 ആണ്. കണ്ടോ? സെന്ററിൽ നിന്ന് അതിന്റെ സർഫസിലേക്ക് വരുവാണ്, എല്ലാ പോയിന്റിലും 0 ആണ്. ആറിലെത്തുമ്പോഴത്തേക്കും സർഫസിലേക്ക് എത്തും. ആറിലെത്തുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് പെട്ടെന്ന് എന്താവാണ്? മാക്സിമത്തിൽ എത്തുകയാണ്. അപ്പോൾ അതുവരേക്കും ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ഇതിങ്ങനെ കാണിച്ചതാണ്. ഈ പോയിന്റുകളെല്ലാം നമുക്ക് ഇവിടെ പ്ലോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. 0 ആവുമ്പം ആ ഒരു ലെവലിൽ തന്നെ ഇരിക്കും. അപ്പോൾ പോയിന്റുകൾ പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമില്ല. ഇനി സർഫസിലെത്തുമ്പം,
സർഫസ് എന്ന് പറഞ്ഞാൽ സെന്ററിൽ നിന്ന് r ഡിസ്റ്റൻസ് അല്ലേ, റേഡിയസ്. സർഫസിൽ എത്തുമ്പം ഇലക്ട്രിക് ഫീൽഡ് കണ്ടോ മാക്സിമത്തിലാവും. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി മാക്സിമം ആണ്. അത് കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പം ഔട്ട്സൈഡ് പോയിന്റിലേക്ക് നീങ്ങുന്നതിനനുസരിച്ച് ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് കണ്ടോ വാല്യൂ കുറഞ്ഞു കുറഞ്ഞു വരും. മാക്സിമത്തിൽ നിന്നും വാല്യൂ ഒരു കർവ് പോലെയാണ് കുറഞ്ഞു വരിക. കാരണം 1/r² ഫോമിലാണ് വാല്യൂ ചേഞ്ച് ചെയ്യുന്നത്. 1/r ഫോമിലാണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ പോലെയായിരിക്കും ഗ്രാഫ് നമുക്ക് കിട്ടുന്നത്. ഇതിപ്പോൾ 1/r² ഫോമിലായതുകൊണ്ട് ഒരു പരാബോളിക് ചേഞ്ച് ആണ്, ഒരു കർവ് രൂപത്തിലാണ് ആ ചേഞ്ച് ഉണ്ടാവുക. ഇവിടെ നമ്മുടെ ഗ്രാഫിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ ആറിൻ്റെ വാല്യൂ ഇങ്ങനെ ഡോട്ട് ഇട്ട് കാണിക്കാം. പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഈ ഷെല്ലിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് വേരിയേഷൻ്റെ ഗ്രാഫ് ഇങ്ങനെ ഒരു പരാബോളിക് ഫോമിലാണ് നമുക്ക് കിട്ടുന്നത്.